കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥനായ ശശിധരനാണ് ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ മമ്പറം സ്വദേശിയായ ധനേഷ് എന്നയാളെ പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രി 11:30-ഓടെയാണ് സംഭവം നടന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1-ാം പ്ലാറ്റ്ഫോമിൽ ലേഡീസ് വെയിറ്റിംഗ് റൂമിന് സമീപത്ത് ഒരാൾ കിടക്കുന്നത് കണ്ട് പരിശോധിക്കുന്നതിനിടയിലാണ് ഇയാൾ ആക്രമണം നടത്തിയത്. ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കടിച്ചുവെന്നും പോലീസ് പറഞ്ഞു. ആക്രമണത്തിനിരയായ ഉദ്യോഗസ്ഥൻ പിന്നീട് ചികിത്സ തേടി. അക്രമിയായ ധനേഷ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് എന്ന വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവം ശശിധരൻ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ചെയ്ത് വളരെ മോശമായിട്ട് അയാൾ പെരുമാറി. അയാൾ ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമിന് മുന്നിൽ ഈ പ്രതി പറഞ്ഞ ആൾ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അയാളുടെ ബാഗും ഫോണും കുറച്ച് ദൂരെയായിരുന്നു. അപ്പം ഈ നമ്മൾ RPF അവർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ് നിങ്ങളുടെ ബാഗും ഫോണും എടുത്ത് വെക്ക്, നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ യാതൊരു പ്രകോപനമില്ലാതെ ഈ നമ്മുടെ RPF ഡ്യൂട്ടി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാറുണ്ടായത്. കയ്യേറ്റം ചെയ്യുക മാത്രമല്ല യൂണിഫോം വലിച്ചു കയറി അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു, ഓരോരുത്തർ കഴിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ സ്റ്റേഷനിൽ മറ്റും മൊഴി തന്നു. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. അവൻ്റെ ഇന്നലെ തന്നെ ഞങ്ങൾ അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിനെ കയ്യോടെ പിടിച്ചു. ഡോക്ടറെ കൊണ്ടുപോയിട്ട് മെഡിക്കൽ ചെയ്തിട്ടുണ്ട്. ദൈവം രാവിലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസ് ഇപ്പം ഈ അന്വേഷണത്തിനായതുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ RPF ഉദ്യോഗസ്ഥനെ പരിക്കുണ്ട്, കൈക്ക് കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ക്യാമറ അയാൾ നശിപ്പിച്ചിട്ടുണ്ട്, യൂണിഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന നമ്മൾ ഒക്കെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഞങ്ങളെ ഓടിയെത്തി. പക്ഷേ പ്രതി നല്ല അക്രമസക്തനായിരുന്നു. ഞങ്ങൾ കീഴ്പ്പെടുത്തി ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അങ്ങനെ കൈയോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വൈദ്യപരിശോധന നടത്തി കസ്റ്റഡിയിൽ ആ സമയത്ത് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം അറസ്റ്റ് നടപടിക്രമങ്ങളും ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷണ അവസ്ഥയിലായതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പേര് ധനേഷ് എന്നാണ്, മമ്പറം സ്വദേശിയാണ്. അയാൾ ഒരു മുൻ സൈനികനാണ്. പോരാത്തത് ഇപ്പം അയാൾ ഈ റെയിൽവേയിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഉള്ളാൾ എന്ന സ്ഥലത്ത് ഒരു ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ഇത്ര ഷെയർ ചെയ്യാൻ പറ്റും. മറ്റുള്ള കാര്യങ്ങൾ